കേട്ടോ. നമുക്ക് ഇത് എപ്പോഴും കിട്ടുന്ന സാധനമല്ല. അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്ന് മനസ്സിലായവർ ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം കേട്ടോ. അല്ലാത്തവർക്ക് ഞാനിത് എന്താണെന്ന് കാണിച്ചു തരാം. വീഡിയോ കണ്ടു നോക്കട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് നന്നായിട്ട് കായ്ക്കുന്ന ഒരു തെങ്ങാണ് കേട്ടോ ഇത്. എന്ത് ചെയ്യാനാ, മഴക്കാലമായപ്പോഴേ ഇത് നല്ല പ്രായമുള്ള തെങ്ങാണ്. അതുപോലെ ഒത്തിരി വലിപ്പമുണ്ട്, വളഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ കാറ്റ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വീഴും. അപ്പോൾ ഞങ്ങൾക്കൊരു പേടി, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ മരങ്ങളും തെങ്ങും ഒക്കെ മറിഞ്ഞ് വീഴുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതുണ്ടോ, തൊട്ടപ്പുറത്തെ വീട്ടിലെ കാർപോർച്ചാണ് ഇത്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് പടുത്ത വീടാണ്. അപ്പോൾ അതിനെന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അത് സഹിക്കാൻ പറ്റില്ല, നമുക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് വെട്ടാന്ന് തന്നെ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ചേട്ടന്മാർ നോക്കിക്കേ, ഭയങ്കര വൃത്തിയായിട്ട് നീറ്റായിട്ട് അത് മുറിച്ച് തന്നു. അവരത് മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എല്ലാം പിറക്കി ഒതുക്കി എല്ലാം ഒരു റോഡ് സൈഡിലൊക്കെ കൊണ്ടുവച്ച് നല്ല നീറ്റായിട്ടാണ് ചെയ്ത് തന്നത് കേട്ടോ. നമുക്ക് ഒരു പണിയും വേണ്ടി വന്നില്ല. ആ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അവർ നോക്കി ഒരു ചെടി പോലും കളയാതെ നല്ല ഇതായിട്ട് തന്നു കേട്ടോ. പിന്നെ കുറേ തേങ്ങയും കരിക്കും ഒക്കെ ഉണ്ടായിരുന്നു. കരിക്കൊക്കെ പിന്നെ കുറച്ചൊക്കെ അടുത്ത വീട്ടിലൊക്കെ കൊടുത്തു, ബാക്കി കുറച്ച് ഞങ്ങൾ എടുത്തു വെച്ചു. അങ്ങനെ ഏറ്റവും അവസാനം ഇതുണ്ട്, ഈ തെങ്ങിൻ്റെ ഏറ്റവും മേലെയുള്ള ഭാഗം കണ്ടോ, അതാണ് കേട്ടോ ഇത്. ഏറ്റവും, അതായത് ആ കൂമ്പിൻ്റെ ഭാഗമില്ലേ, അതാണിത്. അതിങ്ങനെ നടുവേ മുറിക്കൂ കേട്ടോ. ഇങ്ങനെ 2 പീസാക്കിയിട്ട് അതിൻ്റെ അറ്റത്തുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നോക്കിക്കേ, ഇതുപോലെ മുറിച്ച് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റും. അപ്പോൾ അതിൽ നടുവിൽ ഇതാട്ടോ വെള്ള കളറിലുള്ള ഒരു സാധനം കിട്ടും. ഇതാണ് കേട്ടോ തെങ്ങിൻ്റെ കൂമ്പ് എന്ന് പറയുന്നത്. ഈ എടുക്കുന്ന കണ്ടോ ചേട്ടൻ, ഇങ്ങനെ ഇതുണ്ടോ, ഒരു ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴയുടെ ഒക്കെ പിണ്ടി മാതിരിയില്ല, വാഴപ്പിണ്ടി, അതിനെന്തെന്ന് നിങ്ങൾ പറയുക, അത് മാതിരിയില്ലേ. പക്ഷേ ഇത് തേങ്ങയുടെ കൂമ്പാണ്. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. ഇത് കുറേ പേർക്കൊന്നും അറിയത്തുണ്ടാവില്ല, കുറേ പേർക്ക് കഴിച്ചിട്ടുണ്ടാവും. എൻ്റെ കുഞ്ഞിലെ കഴിച്ചതാണ്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ തെങ്ങ് വെട്ടുമ്പോൾ മാത്രമല്ലേ ഇത് കിട്ടുള്ളൂ. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാണാത്തവർക്കൊക്കെ കാണാമല്ലോ, ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ തെങ്ങ് വെട്ടുമ്പം ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ എടുത്ത് കഴിച്ചു നോക്കാമല്ലോ. പിന്നെ അതിൻ്റെ നേരെ ആ തടിയിൽ കണ്ടോ കുറച്ച് ഭാഗത്ത് ഇതുപോലെ ഉണ്ട്. അവർ പറഞ്ഞത് ഇതങ്ങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മൂടി കെട്ടി വെക്കുവാണെങ്കിൽ കള്ളുണ്ടാവും കേട്ടോ. നമ്മൾ മൂടി കെട്ടിയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു, അതിനൊരു പറ്റിയില്ല. പിന്നെ ഇത് നമ്മൾ കഴിച്ചു കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മര്യാദക്ക് ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയതാ. അത് ഗിരിയായി, അടുത്ത കട്ട് ചെയ്യാം, നോക്കട്ടെ. സെറ്റ്. ഇതുണ്ടോ, ഇത് തേങ്ങയുടെ മണ്ട എന്ന് പറയും. എല്ലായിടത്തും എങ്ങനെ പറയുന്നത് അറിയില്ല. ചിലർക്ക് തേങ്ങയുടെ കൂമ്പെന്ന് പറയും, ചിലർക്ക് മണ്ടാന്ന് പറയും. ഇത് കണ്ടത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ. നമ്മുടെ തേങ്ങ കരിക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ തേങ്ങ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധനം കിട്ടുള്ളൂ. തെങ്ങ് വെട്ടുമോ അല്ലെങ്കിൽ അത് ഒടിഞ്ഞു വീഴുമോ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കിത് കിട്ടുള്ളൂ. അല്ലാതെ ഇത് കിട്ടാൻ വേണ്ടി ആരും തെങ്ങ് വെട്ടില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും എന്താ പറയുക, വളരെ വിരളമായി കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ അത്. ഞാൻ കഴിച്ച് കാണിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഒരു ഇളം മധുരം എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് മധുരം അറിയാൻ പറ്റും. പിന്നെ ഭയങ്കര ക്രഞ്ചിയാണ്. ജ്യൂസിയാണോ എന്ന് വെച്ചാൽ ചെറുതായിട്ട് ജ്യൂസിയാണ്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് എനിക്കിഷ്ടമുള്ള സാധനമാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും കുറച്ച് കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആർക്കും അങ്ങനെ എപ്പോഴും കിട്ടുന്ന സാധനമൊന്നുമല്ലല്ലോ. അപ്പോൾ അവരും കഴിക്കട്ടെ, എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ.